எனக்கு பிடிச்சிருந்தா வாங்கலாம். எனக்கு இது எதுக்குதான் தேவையில்லை. He's not deserving this dress. ഹായ്, ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ അധികം അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ലെങ്തി ആകാൻ ചാൻസസ് ഉണ്ട്. എനിക്ക് റീസെന്റ് ഉണ്ടായിട്ടുള്ള ഒരു 3 hours ബിഫോർ ഒരു കസ്റ്റമറുടെ സൈഡിൽ നിന്നും വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഞാനിതൊരു കസ്റ്റമറുടെ ഇഷ്യൂ ഞങ്ങൾക്ക് ഒരുപാട് സംഭവിക്കാറുണ്ട്. ഇത് ബിസിനസ് ആവുമ്പോൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഒരു നോർമൽ ഒരു കസ്റ്റമർ അല്ല, ഷീ ഈസ് ഓൾസോ ഹാൻഡ്ലിങ് എ ബിസിനസ്. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിവിടെ സംസാരിക്കുന്നത്. ഷീ ഈസ് ഫ്രം ഹൈദരാബാദ്. ഞങ്ങൾക്ക് ഒരുപാട് ഹൈദരാബാദ് ക്ലയൻസ് ഉണ്ട്. ഇത്തിരി നല്ല ക്ലയൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഹൈദരാബാദിൽ നിന്ന്. ഇവർ ആക്ച്വലി ഒരു ക്ലോത്തിങ്ങിന്റെ, ലേഡീസിന്റെ ക്ലോത്തിങ് സെല് ചെയ്യുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആണ് ഇവരുടെ. അപ്പൊ ഇവര് ഞങ്ങൾക്ക് റീസെന്റ് അവരുടെ കിഡിനാണെന്ന് തോന്നുന്നു ഒരു 7 to 8 ഇയേഴ്സിന് യെസ്റ്റർഡേ നൈറ്റ് അവർ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. നോർമലി നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് നമുക്ക് വാട്സ്ആപ്പ് ത്രൂ എടുക്കാം. ഡിസൈനേഴ്സ് അവൈലബിൾ ആണ്. യെസ്റ്റർഡേ അവർ ഇങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു. നമ്മളുടെ യൂഷ്വൽ പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് ഒരു കസ്റ്റമേഴ്സ് ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മെഷർമെന്റ് അവർക്ക് സ്റ്റാൻഡേർഡ് ഓക്കെ ആണോ ഇല്ല കസ്റ്റം മെഷർമെന്റ് ഓപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെയും ക്ലയന്റിന് അത് യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതൊരു അഡീഷണൽ കസ്റ്റം സർവീസ് ആണ്. നമ്മൾ മെഷർമെന്റ് കസ്റ്റം ചെയ്യിക്കുന്നതിന് അഡീഷണൽ പേയ്മെന്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത്രയും വലിയ എമൗണ്ട് കൊടുത്ത് ഒരു പ്രൊഡക്റ്റ് അവരുടെ വർത്ത് ഒരു 5,000 ആണ് അവരുടെ കോസ്റ്റ് വരുന്നത്. അങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് അവർക്ക് പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം ഫിറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും നമുക്കും ബുദ്ധിമുട്ടാണത്. യൂഷ്വൽ പ്രൊസീജിയർ എന്ന പോലെ മോർണിംഗ് ഒരു 11-11:30 ഉള്ളിൽ ഈ ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോകുന്നു. ഞാൻ ഈ ടൈമിംഗ് പറയാൻ കാരണം ഇത്രയും ഷോർട്ട് ടൈമിൽ നമ്മളത് ചോദിക്കുന്നുണ്ട്. ഇവർക്ക് എന്ന് ഇത് ഡെലിവറി ആകും എന്നുള്ളത് വ്യക്തമായിട്ട് ഇവർക്ക് അവിടെ വിസിബിൾ ആയതിനു ശേഷമാണ് ഇവർ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. നമ്മളുടെ റെഡി ഇരിക്കുന്ന പ്രൊഡക്റ്റ് അല്ല, കസ്റ്റം പ്രൊഡക്റ്റ് ഇവർക്ക് അവിടെ റിസീവ് ആകും. അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. മോർണിംഗില് ഞങ്ങളുടെ ഡിസൈനർ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോകുന്നു. മാം, നിങ്ങൾക്ക് ഇതുപോലെ മെഷർമെന്റ് കസ്റ്റം ചെയ്യണോ സ്റ്റാൻഡേർഡ് പോകണോ എന്നുള്ളത്. ഇവർ നെക്സ്റ്റ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് വളരെ റൂഡായിട്ടാണ് ഈ ലേഡി നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്നെ ഇത് വിളിച്ചിട്ട് ചോദിക്കുന്നത്? ഞാൻ ഇന്നലെയല്ലേ ഇത് ഓർഡർ പ്ലേസ് ചെയ്തത്, ഇപ്പോഴാണോ വിളിച്ചിട്ട് ചോദിക്കുന്നത്? എനിക്ക് സ്ലീവ് കസ്റ്റം ചെയ്യിപ്പിക്കണം. യെസ്റ്റർഡേ പ്ലേസ് ചെയ്ത് നമ്മൾ ചോദിക്കുമ്പോഴാണ് ഇവർ ഇതിന്റെ റെസ്പോണ്ട് നമുക്ക് തരുന്നത്. എനിക്ക് കസ്റ്റം ചെയ്യിപ്പിക്കണം. പല ചേഞ്ചസ് ഇവർ പറയാൻ തുടങ്ങി. അത് ആക്ച്വലി നമ്മുടെ ഇതിനകത്ത് പോസിബിൾ അല്ല. ഓൾറെഡി പ്ലേസ് ചെയ്തിരിക്കുന്ന ഓർഡറിനകത്ത് ഇങ്ങനെ ചേഞ്ചസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോസിബിൾ അല്ലാത്ത ചില സിനാരിയോസ് ഉണ്ട്. അത് അവരോട് കൺവേ ചെയ്തു. ഇനി ഇതൊന്നും അവർക്ക് ഓക്കെ അല്ലെങ്കിൽ ഓർഡർ ക്യാൻസൽ ചെയ്യാം, നോ ഇഷ്യൂ. ഇവര് നെക്സ്റ്റ് ചോദിക്കുന്നത് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലവർ നിങ്ങൾ എങ്ങനെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്? ഇത് ഒറിജിനൽ ഫ്ലവർ ആണോ? അല്ലെങ്കിൽ എനിക്ക് അതിന്റെ ക്വാളിറ്റി അറിയണം. ഞാനൊരു കസ്റ്റമർ ആണ്, അതിന്റെ ക്വാളിറ്റി അറിയണം. മാം, ഇത് സാറ്റൻ പെറ്റൽസ് വെച്ചിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഫ്ലവേഴ്സ് ആണ്. പിന്നെ ഇവര് ഇതിന്റെ മേക്കിംഗ് പ്രോസസ് ഇതിനെ പറ്റിയിട്ടാണ് ഡിസ്കഷൻസ് കംപ്ലീറ്റ്. ഒരു നോർമൽ ഒരു ക്ലയന്റിനെ അത് അവരുടെ കുട്ടിയുടെ കംഫർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും സാധാരണ ക്ലയൻസ് അത് ചോദിക്കുക. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർലി അവരുടെ ബിസിനസ്സിന് യൂസ്ഫുൾ ആണോ എന്നറിയാനായിട്ടാണ് ഇവരുടെ ക്വസ്റ്റ്യൻ ഇവർ വരുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ആർഗ്യുമെന്റ്സ്, കൂടുതലൊന്നും പറയാനുള്ള ഗ്യാപ്പ് കൊടുക്കാത്ത രീതിയിൽ ഇവരുടെ ആർഗ്യുമെന്റ്സ് ബിയോണ്ട് പോയി തുടങ്ങി. സോ ഇത് എന്റെ അടുത്ത് എത്തി. അപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ക്ലയന്റിന് ഒരു മെസ്സേജ് ഞങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തു. മാം, നിങ്ങൾക്ക് 30 മിനിറ്റ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാം. ഒന്നെങ്കിൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കസ്റ്റം മെഷർമെന്റ്. കസ്റ്റം ആണെങ്കിൽ എന്തൊക്കെ മെഷർമെന്റ് വേണോ അത് ഷെയർ ചെയ്ത് കൊടുത്തു. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഓർഡർ ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാം. ഇതിന്റെ ഒരു ഫർദർ ഡിസ്കഷന് ഞങ്ങൾ റെഡി അല്ല എന്ന് പറഞ്ഞു. അഗെയിൻ ആർഗ്യുമെന്റ്സിന്റെ ചാറ്റ് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാൻ ചോദിച്ചു, മാം, നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഒറ്റ കാര്യത്തിന് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുണ്ടായിരുന്നത് മെഷർമെന്റ് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് വേണോ കസ്റ്റം മെഷർമെന്റ് വേണോ? ഇത് യൂഷ്വൽ പ്രൊസീജിയർ ആണ്. ഇപ്പൊ ടൈം നിങ്ങൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഡിസ്കഷന് പോകാം. പക്ഷെ ഈ കുട്ടിയുടെ ബ്രേക്ക് ടൈം, ലഞ്ച് ബ്രേക്കിന്റെ ടൈമിലായിരുന്നു. ബ്രേക്കിന് പോലും ഇപ്പൊ കൊച്ചിനെ പോകാൻ അനുവദിക്കാതെ അവര് കണ്ടിന്യൂസ് അവർ ഈ കുട്ടിയായിട്ട് ചാറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇതുപോലെ ഒരു ബിസിനസ് ചെയ്യുന്നതാണ്, ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഇതിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ഈ കുട്ടി പറഞ്ഞു, മാം, ഞാൻ ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്ന് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് ഇപ്പോ റൈറ്റ് നോ എനിക്ക് ഇതിന്റെ കൺഫർമേഷൻ കിട്ടിയേ പറ്റുള്ളൂ. നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്താന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യണം. ഇത്രയുള്ളൂ. ഫൈനലി ഞങ്ങൾ ഇവരുടെ ഓർഡർ ക്യാൻസലേഷന് ഇനിഷ്യേറ്റ് ചെയ്തു. വിതിൻ 2-3 hours നമ്മൾ ഇവരുടെ റീഫണ്ട് ഇത് കൊടുക്കും എന്ന് പറഞ്ഞു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഇപ്പോൾ ഹൈ ലെവലിലുള്ള ഒരു ബ്രാൻഡാണ്, ഞങ്ങൾ ഒരിക്കലും ഇത് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ വേല ഇപ്പോഴും പഠിച്ച് നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് എടുത്തുകൊണ്ട് വരുന്നതാണ്. ഒരുപാട് കുഴപ്പങ്ങളും വീഴ്ചകളൊക്കെ ഉണ്ടാകാം നമ്മുടെ സൈഡിൽ നിന്നും. പക്ഷെ മാക്സിമം ക്ലയൻസിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷെ അതിന്റെ ഇടയിൽ വന്നിട്ട് ഇതുപോലെ ബിസിനസ് ചെയ്യുന്ന മറ്റുള്ളവര്, ഞാൻ ആക്ച്വലി ഇത് ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ എനിക്ക് അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ അറിയില്ല. ഓക്കെ, അതുകൊണ്ടാണ് മലയാളത്തിൽ പറയുന്നത്. ഇത് അങ്ങനെയുള്ളവരിലേക്ക് എത്തണം. ഒരു
ഒരു ബ്രാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാ പേജിനകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരിക്കലും അവർക്ക് അറിവില്ലാത്ത ചിലപ്പം കാര്യങ്ങൾ ഉണ്ടാകാം, എന്നേക്കാൾ അറിവുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകാം. നമ്മളവിടെ ആർഗ്യുമെന്റ്സിനല്ല, അല്ലെങ്കിൽ നമുക്ക് ഇത്രത്തോളം ടാലന്റ് ഉണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാനായിട്ടല്ല നമ്മൾ അവിടെ ചെന്നിട്ട് സംസാരിക്കും. നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് പോകുക, ഇല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി നോളജ് അവർക്ക് ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് എങ്ങനെ മേക്ക് ചെയ്തു എന്ന് അറിയണമെങ്കിൽ ഡീസന്റ് വേയിൽ ചോദിക്കൂ. മേ ബി ഇവർ നമ്മളുടെ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇവരെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. നമ്മളുടെ സോഷ്യൽ മീഡിയക്കകത്തോ അല്ലെങ്കിൽ ഗൂഗിളിനകത്തോ റിവ്യൂ പോകുന്നതായിരിക്കും. നമ്മൾ ഹെൽപ്ലെസ് ആണ്. ലൈക്ക് ഈ ഗൂഗിൾ റിവ്യൂവിനകത്ത് നമുക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ ഷെയർ ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ബ്രാൻഡിന്. നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാനേ പറ്റുള്ളൂ. റീഡ് ചെയ്യുന്ന മറ്റ് കസ്റ്റമേഴ്സ് കാണുന്നത് നമ്മൾ റൂഡായിട്ട് ബിഹേവ് ചെയ്തു, നമ്മളല്ലെങ്കിൽ ഇതുപോലെ ബിഹേവ് ചെയ്തു, ഇങ്ങനെയുള്ള രീതി മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. ഇത് ഒരു നോർമൽ ഒരു ക്ലൈന്റ് അല്ലാത്തത് കൊണ്ടും അൺയൂഷ്വൽ ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടും മാത്രം എനിക്കിതിവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി.